ഹായ്. CPIM അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി. ഞങ്ങളുടെ ഡോക്ടർമാരെ വഴിയാധാരമാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും CPMനോടും അഭ്യർത്ഥിക്കാൻ IMA തയ്യാറാകണം. കെ മുരളീധരന്റെ വാക്കുകളാണ്. എന്തായാലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ജോ ജോസഫിനെയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. PT തോമസ് മരിച്ച ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ അവർ മത്സരിപ്പിച്ചത് PT തോമസിന്റെ ഭാര്യയായിട്ടുള്ള ഉമാ തോമസിനെയാണ്. ആ സഹതാപ തരംഗത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് ജയിച്ചതിന് ഡോക്ടർ ജോ ജോസഫിനെ വലിയ രീതിയിൽ പരിഹസിക്കാനായിരുന്നു കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് തന്നെ ജയിക്കുന്നിടത്ത്, അതും കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് മരിച്ച ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിനകത്ത്, അതും ആ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പിനകത്ത് ജോ ജോസഫ് തോറ്റതിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായ മറുപടി കെ മുരളീധരന് നൽകിയിട്ടുണ്ട് ഡോക്ടർ ജോ ജോസഫ്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരിക്കുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ ഒന്നിനു പോലും പ്രതികരിക്കാറില്ല. ചിലത് ആസ്വദിക്കാറുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളോട് എൻ്റെ നിലപാട്. അതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു. ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല. ലഭ്യമായ വാട്സപ്പ് നമ്പറിൽ മെസ്സേജും അയച്ചു. അദ്ദേഹം ഒരു മറുപടിയും നൽകിയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ റോജി M ജോൺ MLA ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ നേരിട്ട് വിളിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. താൻ പറഞ്ഞ പ്രസ്താവന വ്യക്തിപരമായി കാണരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു. തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന്. ഈ പ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു. അങ്ങ് ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു. 2020 സാന്നിധ്യം, BJP സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ, SDPI ജമാഅത്തെ ഇസ്ലാമി അടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം, ഇതൊന്നും ആരും മറന്നിട്ടില്ല. എന്നാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് 7 തവണയാണ്. ലോകസഭയിലേക്ക് 4 പ്രാവശ്യം, നിയമസഭയിലേക്ക് 3 പ്രാവശ്യം. 1996 കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ 38,703 വോട്ടിന് MP വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാകലുകളുടെ തുടക്കം. 1998 തൃശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് V രാഘവനോട് 18,403 വോട്ടിന് തോറ്റ് വീണ്ടും വഴിയാധാരമായി. 2009 വയനാട് ലോക്സഭാ സീറ്റിൽ MI ഷാനവാസിനോട് അങ്ങ് തോറ്റു വഴിയാധാരമായത് 3,11,040 വോട്ടിനാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് 84,663 വോട്ടിനാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന BJPയെ അധികാരത്തിന്റെ സപ്രമഞ്ചക്കട്ടലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം 3ാമതാണ്. എൻ്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ്. തീരുന്നില്ല. നിയമസഭയിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് 4 തവണ. 2004 വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് സഖാവ് AC മൊയ്തീനോട് തോറ്റു വഴിയാധാരമായത് ഓർമ്മയുണ്ടാകുമല്ലോ. 2006 കൊടുവള്ളിയിൽ സഖാവ് PTA റഹീമിനോട് തോറ്റു വഴിയാധാരമായത് 7,506 വോട്ടിനാണ്. 2021 അങ്ങ് നേമത്ത് തോറ്റു വഴിയാധാരമായത് 19,313 വോട്ടിനാണ്. കേരളത്തിലെ 4 ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റു വഴിയാധാരമായിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങ് മാത്രമായിരിക്കും. 2004 മന്ത്രിയായതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല. ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച 4 റെക്കോർഡുകൾ 21 വർഷത്തിനു ശേഷവും ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല. MLA ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി, MLA ആകാത്ത കേരളത്തിലെ ഏക മന്ത്രി, നിയമസഭയിൽ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എന്നിവയാണവ. പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങേക്ക് തെറ്റി. ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന്റെ ആധാരം എൻ്റെ വീട്ടിലുണ്ട്. ഇലക്ഷന് മുമ്പോ പിമ്പോ ഒരു ഇഞ്ചു പോലും വിറ്റിട്ടുമില്ല. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകമുണ്ടാക്കാൻ
കൊടുത്തിട്ടുമില്ല. എറണാകുളത്ത് വന്ന ശേഷം മേടിച്ച സ്ഥലത്തിന്റെയും വീടിന്റെയും ആധാരം ബാങ്കിലാണ്. സർട്ടിഫൈഡ് കോപ്പി കാണിച്ചു തരാം. അങ്ങയെപ്പോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കാത്തത് കൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അത് ബാങ്കിലായത്. എൻ്റെ ഇലക്ഷന്റെ വരവ് ചിലവ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷനെ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അതും അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണല്ലോ. 13 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അങ്ങേക്ക് ആ വരവ് ചിലവ് കണക്കുകൾ എങ്ങനെ ലഭിക്കുമെന്ന് തീർച്ചയായും അറിയാമല്ലോ. പിന്നെ ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായി എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ. അങ്ങയുടെ തന്നെ സ്റ്റാഫിന്റെ അമ്മയുടെ ചികിത്സാർത്ഥം അങ്ങ് എന്നെ വിളിച്ചത് ഒരുപക്ഷെ അങ്ങ് മറന്നുപോയിട്ടുണ്ടാവാം. അങ്ങ് പല പ്രാവശ്യം തോറ്റത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ സ്റ്റാഫിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ അങ്ങയുടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും എനിക്കറിയില്ല. വഴിയാധാരമായി എന്ന പദം ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ്. ഇലക്ഷന് ശേഷം മാത്രം ഞാൻ ചികിത്സിച്ചവരിൽ അങ്ങയുടെ തന്നെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ, മാഞ്ഞൂരാനെ പോലുള്ള എറണാകുളത്തെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ്സുകാർ തൊട്ട് അങ്ങേക്കാൾ പാർട്ടിയിൽ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ വരെയുണ്ട്. ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായോ എന്ന് അങ്ങേക്ക് ഇവരിൽ ആരെയെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു. പിന്നെ പാർട്ടി വഴിയാധാരമാക്കി എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ച് അങ്ങേക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇലക്ഷന് മുമ്പ് ഏത് ഘടകത്തിലാണോ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് അതേ ഘടകത്തിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ജില്ലാ തലത്തിൽ തന്നെയുള്ള അനേകം ചുമതലകൾ പാർട്ടി നൽകി കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നു. ഇന്നലെ തന്നെ പാർട്ടി ജില്ലയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉണ്ടാക്കിയ സമിതിയിൽ വൈസ് ചെയർമാന്റെ പാനലിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ MLA മാരോ അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ്. ഇതാണ് ചേർത്തുപിടിക്കൽ. പിന്നെ അങ്ങയുടെ അത്രയും ഗതികേടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? 2008 ഏപ്രിൽ 12 ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ തന്നെ വഞ്ചിച്ചുവെന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചാണ്. 16 വർഷത്തിനിപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്നത് അങ്ങയുടെ സ്വന്തം സഹോദരിയെ കുറിച്ച് തന്നെയാണ്. വഴിയാധാരമാക്കലിൽ അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് DIC-K. അങ്ങയാൽ വഴിയാധാരമായ ഒരു രാഷ്ട്രീയ കക്ഷി. ഇത്രയും ഗതികേടുണ്ടായ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? IMA-യോട് അങ്ങൊരു അഭ്യർത്ഥന നടത്തുന്നതായി ഞാൻ കണ്ടു. അതിനായി ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സ്വന്തം അളിയന്റെ ഫോൺ നമ്പർ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേക്കൊന്ന് വിളിച്ച് ഇത്തരത്തിൽ ഒരു പ്രത്യേക പ്രമേയം പാസാക്കാൻ ആവശ്യപ്പെടാമായിരുന്നു. കാരണം കേരളത്തിലെ IMA-യുടെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം. താൻ മുരളി മന്ദിരത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളി മന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കി എങ്കിൽ വഴിയാധാരമാകില്ല എന്നുറപ്പുള്ളത് അവിടുത്തെ 2 കല്ലറകൾക്ക് മാത്രമാണ്. കാരണം സംഘികൾ ചേർത്തു പിടിച്ചോളാം എന്നുറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെയാണ് മുരളി ഇരന്നു ഡോക്ടർ കരണം പുകച്ചു എന്ന് പറയുന്നത്. അഥവാ K. മുരളീധരൻ ഭാവിയിൽ ഒരു ആത്മകഥ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് തന്നെ ധാരാളം മതിയാകും. ഏതെങ്കിലുമൊക്കെ ആത്മകഥയിൽ ഓർമ്മയില്ലാത്തതുണ്ടെങ്കിൽ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയാകും. മുരളിയുടെ ഒരു 70% ജീവിതവും ഈ പോസ്റ്റിനകത്തുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരാണ് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നത് പോട്ടെ, ഏത് ചെകുത്താന നിർത്തിയാലും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ PV അൻവറിനെ പോലും ഇതുവരെ കൂടെ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ആ ആളുകളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഇടതുപക്ഷം മത്സരിപ്പിച്ച ആളുകളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിലും മികച്ച മറുപടി മുരളിക്കിനി സ്വപ്നത്തിൽ പോലും കിട്ടാനില്ല എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയിലുള്ള നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.